Hi, good morning. Reduction reactions ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. ഓക്സിഡേഷൻ്റെ ഏകദേശം എല്ലാ പാർട്ടുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് റിഡക്ഷൻ ആണ്. അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ ഹൈഡ്രജൻ കണ്ടന്റ് ഓർ ഡിക്രീസ് ഇൻ ഓക്സിജൻ കണ്ടന്റ് of an organic compound is usually described as its reduction of that organic compound. നമുക്കറിയാം, നമ്മൾ ഓക്സിഡേഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ റിഡക്റ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ആവാം, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആവാം, അല്ലെങ്കിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആവാം. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് റിഡക്ഷനെ പറയാൻ കഴിയും. അപ്പം നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പ് റിഡക്ഷൻ റിയാക്ഷൻസ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് കറ്റാലിറ്റിക് ഹൈഡ്രജനേഷൻ, ഹൈഡ്രജൻ വിത്ത് മെറ്റൽസ്. പിന്നെ ഹൈഡ്രൈഡ് ട്രാൻസ്ഫർ റിയാക്ഷൻ യൂസിങ് ഹൈഡ്രൈഡ് സോഴ്സസ്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോ ഹൈഡ്രൈഡ് പോലെയുള്ള ഹൈഡ്രൈഡ് സോഴ്സസ് യൂസ് ചെയ്തിട്ടുള്ള ഹൈഡ്രൈഡ് ട്രാൻസ്ഫർ റിയാക്ഷൻസ് ആണ് അടുത്ത ടൈപ്പ്. പിന്നെ ഡിസോൾവിങ് മെറ്റൽ റിഡക്ഷൻ, മെറ്റൽ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്താൽ ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്ത് ആ ഇലക്ട്രോൺ യൂസ് ചെയ്തിട്ട് നടക്കുന്ന റിഡക്ഷൻ, അതിനെയാണ് ഡിസോൾവിങ് മെറ്റൽ റിഡക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് ബെർച്ച് റിഡക്ഷൻ, നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന. പിന്നെ റീപ്ലേസ്മെന്റ് ഓഫ് ഓക്സിജൻ ബൈ ഹൈഡ്രജൻ, റിമൂവിങ് ഓക്സിജൻ ഫ്രം ദ സബ്സ്ട്രേറ്റ്, റിഡക്ഷൻ വിത്ത് ക്ലീവേജ്, റിഡക്റ്റീവ് കപ്ലിംഗ്. ഇത്രയും ടൈപ്പ് റിഡക്ഷൻ റിയാക്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇതിൽ ഏകദേശം ഒരുപാട് ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ഓരോ റിയാക്ഷൻസും ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിട്ട് വരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. കറ്റാലിറ്റിക് ഹൈഡ്രജനേഷൻ ആണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഹൈഡ്രജനേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പം 2 ടൈപ്പ് ഹൈഡ്രജനേഷൻ ഉണ്ട്. ഹെട്രോജീനിയസ് ഹൈഡ്രജനേഷനും ഹോമോജീനിയസ് ഹൈഡ്രജനേഷനും. നമ്മൾ കറ്റാലിസിസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കറ്റാലിറ്റിക് ഹൈഡ്രജനേഷൻ എന്ന് പറയുമ്പോൾ addition of hydrogen to unsaturated system in presence of a catalyst, or addition of molecular hydrogen as a reduction on metal. Almost all the alkene can be saturated in a very high yield by treatment with hydrogen and metal catalyst. The hydrogenation of alkenes is exothermic reaction. Mostly hydrogenation reactions are having high free energies of activation. അപ്പോൾ കറ്റാലിറ്റിക് ഹൈഡ്രജനേഷൻ അത് 2 ടൈപ്പ് കറ്റാലിസിസ് ആവാം, ഹോമോജീനിയസോ ഹെട്രോജീനിയസോ ആവാം. അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് കറ്റാലിറ്റിക് ഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞാൽ ഹെട്രോജീനിയസ് ആണോ ഹോമോജീനിയസ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. സാധാരണയായിട്ട് നിങ്ങൾക്ക് അറിയാം, ഹൈഡ്രജനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നിക്കൽ, നമ്മൾ ഡിഗ്രിക്കൊക്കെ കുറേ കേട്ടിട്ടുള്ളതാണ്. നിക്കൽ വെച്ച് നമുക്ക് ആൽക്കീനിനെ റിഡക്ഷൻ നടത്തിയിട്ട് ആൽക്കെയിനാക്കി മാറ്റാൻ പറ്റും. What is the need of catalyst? Reduction of alkenes with molecular hydrogen does not occur at room temperature without a catalyst. It often takes place at room temperature if metal catalyst is added. കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നമുക്ക് ആൽക്കീനിൻ്റെ റിഡക്ഷൻ റൂം ടെമ്പറേച്ചറിൽ തന്നെ നടത്താൻ കഴിയും. ഓൾസോ ദ കാറ്റലിസ്റ്റ് ഈസ് ഏബിൾ ടു പ്രൊവൈഡ് എ ന്യൂ പാത്വേ ഫോർ ദ റിയാക്ഷൻ വിത്ത് എ ലോവർ ഫ്രീ എനർജി ഓഫ് ആക്ടിവേഷൻ. അത് നമ്മൾ കറ്റാലിസിസ് പഠിക്കുമ്പം പഠിച്ചിട്ടുണ്ട്. കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്? അതിനൊരു പുതിയ പാത്വേ ഉണ്ടാക്കും. ഫ്രീ എനർജി ഓഫ് ആക്ടിവേഷൻ കുറവുള്ള ഒരു പുതിയ പാത്വേ ക്രിയേറ്റ് ചെയ്ത് റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കറ്റാലിറ്റിക് ഹൈഡ്രജനേഷൻ റിയാക്ഷൻസിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകളാണ് പറയുന്നത്. പലേഡിയം, അതുപോലെ പ്ലാറ്റിനത്തിൻ്റെ കാറ്റലിസ്റ്റാണ് ആദംസ് കാറ്റലിസ്റ്റ്. നെക്സ്റ്റ് റാണി നിക്കൽ, കോപ്പർ ക്രോമേറ്റ്, ട്രാൻസ്ഫർ ഹൈഡ്രജനേഷൻ, റോഡിയം, റുദേനിയം എക്സെട്ര. ഇനി പറയുന്നത് ഹെട്രോജീനിയസ് ആൻഡ് ഹോമോജീനിയസ് കറ്റാലിസിസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഹൈഡ്രജനേഷനിൽ. അതിൽ ഹെട്രോജീനിയസ് കറ്റാലിറ്റിക് ഹൈഡ്രജനേഷൻ, അതിന് എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ദാറ്റ് ആൽക്കീൻസ് വിച്ച് ആർ സ്ട്രെയിൻഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ് കറ്റാലിറ്റിക്കലി ബൈ റപ്ചറിങ് CC cleavage would relieve the strain. The catalyst is not soluble in the reaction media
Thus, this process is referred to as heterogeneous. The catalyst assists in breaking pi bond of the alkene and HH sigma bond of hydrogen. The reaction takes place on the surface of the catalyst. Thus, the rate of reaction is proportional to the surface area of the catalyst. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. Heterogeneous catalysis, heterogeneous catalysts dominate chemical and petrochemical industry. 95% of all chemical processes use heterogeneous catalysts. Carbon-carbon pi bond of alkene and alkane can be reduced to the corresponding saturated CC bond. The other pi bonds such as C double bond or C triple bond N are not easily reduced by catalytic hydrogenation. C double bond C bonds of aryl ring are not easily reduced. അപ്പം ആരോമാറ്റിക് റിങ്ങും അതേപോലെ സി ഡബിൾ ബോണ്ട് ഓ സി ട്രിപ്പിൾ ബോണ്ട് എൻ പോലെ ഉള്ളതും അല്ലാതെ സി ഡബിൾ ബോണ്ട് സി അതേപോലെ സി ട്രിപ്പിൾ ബോണ്ട് സി ആയിട്ടുള്ള സിമ്പിൾ ആൽക്കീൻസിനെയും ആൽക്കൈൻസിനെയും ഹൈഡ്രജനേഷൻ നടത്തി കറസ്പോണ്ടിങ് സാച്ചുറേറ്റഡ് സി സിംഗിൾ ബോണ്ട് സി ബോൺസ് ഫോം ചെയ്യിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കറ്റാലിറ്റിക് ഹൈഡ്രജനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ് ആണ് സീഗ്ലർ-നട്ട കറ്റാലിസിസ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതായതുകൊണ്ട് ഇവിടെ ഇനി അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കറ്റാലിറ്റിക് ഹൈഡ്രജനേഷനിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ടു അൺസാച്ചുറേറ്റഡ് ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, NO2, C triple bond N. Without catalyst it needs 480 degrees Celsius. കാറ്റലിസ്റ്റ് ഇല്ലെങ്കിൽ 480 ഡിഗ്രി സെൽഷ്യസ് വരെ കൊടുക്കണം. പ്ലാറ്റിനം ഗ്രൂപ്പ് മെറ്റൽസ് ക്യാൻ ബി യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. പ്ലാറ്റിനം ഗ്രൂപ്പ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ പലേഡിയം, നിക്കൽ, റുദേനിയം, റോഡിയം. ക്യാൻ ബി സെലക്റ്റീവ് റിഡക്ഷൻ, ഡിപ്പെൻഡ്സ് ഓൺ കണ്ടീഷൻ. കറ്റാലിറ്റിക് ഹൈഡ്രജനേഷന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, കണ്ടോ. ഈസിലി നമുക്ക് അരോമാറ്റിക് റിങ്ങിനെ സാച്ചുറേഷൻ നടത്താൻ സാധിക്കില്ല. ബട്ട് കറ്റാലിറ്റിക് ഹൈഡ്രജനേഷനിൽ സ്പെസിഫിക് കാറ്റലിസ്റ്റിന് അരോമാറ്റിക് റിങ്ങിനെയും സാച്ചുറേറ്റ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം റാണി നിക്കലിൻ്റെ കാറ്റലിസ്റ്റ് അത് എസ്റ്റർ ലിങ്കേജിനെ എഫക്റ്റ് ചെയ്യാതെ സി ഡബിൾ ബോണ്ട് സീനെ മാത്രം സാച്ചുറേഷൻ നടത്തി. അതുപോലെ ആദംസ് കാറ്റലിസ്റ്റ്, കണ്ടോ, ആദംസ് കാറ്റലിസ്റ്റ് നമ്മളെ ആസിഡ് ലിങ്കേജിനെ ഒന്നും സംഭവിപ്പിക്കാണ്ട് 25 ഡിഗ്രി സെൽഷ്യസിൽ അരോമാറ്റിക് റിങ്ങിനെ ഫുള്ളി സാച്ചുറേറ്റഡ് സൈക്ലോഹെക്സൈൻ റിംഗ് ആക്കി മാറ്റി. അടുത്തത് പറയുന്നത് അപ്പുറത്ത് പലേഡിയം, ഹൈഡ്രജൻ, പലേഡിയം, ബേരിയം സൾഫേറ്റ് അല്ലേ. അവിടെ എന്താ സംഭവിക്കുന്നത്, പലേഡിയം, ബേരിയം സൾഫേറ്റ്. അവിടെ ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആസിഡ് ക്ലോറൈഡിനെ അസൈൽ ക്ലോറൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൽഡിഹൈഡ്. ഇതിനെയാണ് നമ്മൾ റോസമ്മൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. റോസമ്മൺ റിഡക്ഷൻ നമ്മളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിപ്പം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാം. കണ്ടോ, ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നത് റോസമ്മൺ റിഡക്ഷൻ. പിന്നെ ഒരു ആൽക്കീനുള്ള കോമ്പൗണ്ടിൽ ഇപ്പോൾ പലേഡിയത്തിൻ്റെ തന്നെ 2 കാറ്റലിസ്റ്റുകളാണ് പറയുന്നത്. പലേഡിയം ബേരിയം സൾഫേറ്റ് വെച്ചിട്ട് ചെയ്യുമ്പം ആസിഡ് ക്ലോറൈഡ് ആൽഡിഹൈഡ് ആവും. അതേസമയം പലേഡിയം ബാർ കാർബൺ കൊടുക്കുമ്പം അത് ആൽക്കീനിനെ ആൽക്കൈനാക്കി മാറ്റും. ആൽഡിഹൈഡ് ലിങ്കേജിനെ ഒന്നും, ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഒന്നും ചെയ്യുന്നില്ല. ഫസ്റ്റ് നമ്മൾ പലേഡിയം കാറ്റലിസ്റ്റ് ആണ് പറയുന്നത്. ഹെട്രോജീനിയസ് കറ്റാലിസിസിൽ പലേഡിയം, നമ്മൾ പ്ലാറ്റിനം ഗ്രൂപ്പ് മെറ്റൽസ് എല്ലാം നമ്മൾ ഹെട്രോജീനിയസ് കറ്റാലിസിസിലെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നല്ലേ പറഞ്ഞത്. അതിൽ പലേഡിയം, ആക്റ്റീവ് ഫോം ഓഫ് പലേഡിയം, നമുക്ക് പലേഡിയം ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് both industrial and academic laboratories on both a minute and very large scale. പലേഡിയം കാറ്റലിസ്റ്റ് നമ്മൾ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് പോലെ തന്നെ ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് റിഡക്ഷൻ ഓഫ് പലേഡിയം ക്ലോറൈഡ് വിത്ത് സോഡിയം ബോറോഹൈഡ്രൈഡ് ആണ്. പലേഡിയം ക്ലോറൈഡ് വിത്ത് സോഡിയം ബോറോഹൈഡ്രൈഡ്. പലേഡിയം സപ്പോർട്ടഡ് കാറ്റലിസ്റ്റ് കോമൺലി യൂസ്ഡ് ആസ് പലേഡിയം ഓൺ ചാർക്കോൾ അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ഓർ ബേരിയം സൾഫേറ്റ്. ഈ പലേഡിയം ഓൺ ചാർക്കോൾ അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ഓർ ബേരിയം സൾഫേറ്റ് പറയുന്നുണ്ടല്ലോ, ഇറ്റ് ഇൻക്രീസസ് ദ കോണ്ടാക്ട് ഓഫ് കാറ്റലിസ്റ്റ് വിത്ത് ഹൈഡ്രജൻ. ഇതിൽ ഓരോന്നും ഓരോരോ കാറ്റലിസ്റ്റ് ആണ്. പലേഡിയം ബാർ കാർബൺ എന്ന് പറയുന്നത് ആൽക്കീനിൻ്റെ റിഡക്ഷൻ നടത്താൻ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ പിന്നെ പലേഡിയം ബാർ ഓൺ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത്
barium sulfate deactivated by sulfur compound or quinoline is used for Rosamond reduction. Rosamond reduction എന്ന് പറഞ്ഞാൽ conversion of acid chloride into aldehyde. പിന്നെ palladium on calcium carbonate deactivated by lead acetate is known as Lindlar's catalyst. Lindlar catalyst and is used for partial reduction of triple bond to double bond. ആൽക്കൈനിനെ ആൽക്കീനാക്കി മാറ്റാനാണ് നമ്മൾ ലിൻലാർ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം പലേഡിയത്തിൻ്റെ 3 കാറ്റലിസ്റ്റുകൾ നമ്മൾ പഠിച്ചു. പലേഡിയം ബാർ കാർബൺ, പലേഡിയം ബാർ ബേരിയം സൾഫേറ്റ് ഡീആക്ടിവേറ്റഡ് ബൈ സൾഫർ ഓർ ക്യുനോളിൻ, അതാണ് റോസമണ്ട്. പിന്നെ പലേഡിയം ഓൺ കാൽഷ്യം കാർബണേറ്റ് ഡീആക്ടിവേറ്റഡ് ബൈ ലെഡ് അസറ്റേറ്റ് വിച്ച് ഈസ് ലിൻലാർ കാറ്റലിസ്റ്റ്. Palladium bar carbon reduction. Palladium powder spread on charcoal after reduction of palladium chloride with hydrogen. Homogeneous can be recovered by filtration. Hydrogen adsorbed on the catalyst surface. Catalyst surface hydrogen adsorb ചെയ്യും. നമ്മൾ ആൽക്കീൻ വന്ന് അവിടുന്ന് ഹൈഡ്രജൻ H ബോണ്ടും ബ്രേക്ക് ചെയ്യും. CC ബോണ്ടിലുള്ള പൈ ബോണ്ടും ഈ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജൻസ് രണ്ടും സിയിലേക്ക് എന്ന് പറഞ്ഞാൽ പൈ ബോണ്ടഡ് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലിൻലാർ കാറ്റലിസ്റ്റ് ആണ്. ലിൻലാർ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഓഫ് ആൽക്കൈൻ, പാർഷ്യൽ റിഡക്ഷൻ ഓഫ് ആൽക്കൈൻസ് ആണ്. അപ്പം കറ്റാലിറ്റിക് ഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കൈൻസ് ഗീവ് കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ് പ്രൊഡക്റ്റ്. സാധാരണയായിട്ട് കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ആൽക്കൈനിനെ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുക. പക്ഷേ ആൽക്കൈൻസ് ക്യാൻ ഓൾസോ ബി റെഡ്യൂസ്ഡ് പാർഷ്യലി ടു ഗിവ്. അപ്പോൾ പാർഷ്യലി റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആൽക്കീനാണ് ഫോം ചെയ്യുക. അപ്പോൾ ആൽക്കീൻ ഫോം ചെയ്യുമ്പം സെഡ് പ്രൊഡക്റ്റ് ആണോ ഈ പ്രൊഡക്റ്റ് ആണോ, ഇ ആൻഡ് സെഡ് ആൽക്കീൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സിസ് ആണോ ട്രാൻസ് ആണോ, ഇതിൽ ഏതാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അപ്പം നമ്മൾ സാധാരണയായിട്ട് ലിൻലാർ കാറ്റലിസ്റ്റ് ആൽക്കൈൻസിനെ റെഡ്യൂസ് ചെയ്ത് സെഡ് ആൽക്കീൻസ് ആണ് തരിക. അതിന് യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ആണ് പലേഡിയം ഓൺ കാൽഷ്യം കാർബണേറ്റ് കാറ്റലിസ്റ്റ് വിച്ച് ഹാസ് ബീൻ ഡീആക്ടിവേറ്റഡ് ബൈ ദ അഡീഷൻ ഓഫ് ലെഡ് അസറ്റേറ്റ് വിച്ച് ഈസ് നോൺ ആസ് ലിൻലാർ കാറ്റലിസ്റ്റ്. The lead treatment poisoned by palladium catalyst rendering it less active. ലെഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം അത് ലെസ് ആക്റ്റീവ് ആവും ആൻഡ് റിയാക്ഷൻ ബിക്കം മോർ സെലക്റ്റീവ്. ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്ന റിയാക്ഷൻ കാണുന്നുണ്ടല്ലോ, ആൽക്കൈനിനെ ലിൻലാർ കാറ്റലിസ്റ്റ് വെച്ച് ഹൈഡ്രജനേഷൻ നടത്തിയാൽ നമുക്ക് സെഡ് ആൽക്കീൻ ഫോം ചെയ്യും. ഇനി ഒരു ആൽക്കൈനിൽ നിന്ന് നമുക്ക് ഈ ആൽക്കീൻ ഫോം ചെയ്യാനുള്ള വേറൊരു മെത്തേഡ് ഉണ്ട്. അതാണ് നമ്മളെ എന്താണ് മെറ്റൽ ഡിസോൾവ്ഡ് ഇൻ സോൾവെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു മെത്തേഡ്, സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ, ബെർച്ച് റിഡക്ഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ബെർച്ച് റിഡക്ഷൻ വഴി നമുക്ക് ആൽക്കൈനിനെ റെഡ്യൂസ് ചെയ്താൽ ട്രാൻസ് അല്ലെങ്കിൽ ഈ ആൽക്കീൻ കിട്ടും. അതേപോലെ ലിൻലാർ കാറ്റലിസ്റ്റ് വെച്ച് നമ്മൾ ആൽക്കൈനിനെ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് സിസ് അല്ലെങ്കിൽ സെഡ് ആൽക്കീൻ കിട്ടും. നെക്സ്റ്റ് കാറ്റലിസ്റ്റ് ആണ് റാണി നിക്കൽ. റാണി നിക്കൽ എന്ന് പറഞ്ഞാൽ നിക്കൽ കാറ്റലിസ്റ്റ് ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ആസ് വെൽ ആസ് ഇൻ ഇൻഡസ്ട്രി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാറ്റലിസ്റ്റ് ഈസ് റാണി നിക്കൽ വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ റാണീസ് പ്രോസസ്. അതുകൊണ്ടാണ് റാണി നിക്കൽ എന്നുള്ള പേര്. ഒരു അലുമിനിയം നിക്കലുള്ള അലോയ്, നിക്കൽ അലുമിനിയം അലോയ്, 50% നിക്കലും 50% അലുമിനിയവും. ഈ alloy is heated with aqueous NaOH solution at 50 to 100 degrees Celsius. By this process, aluminium dissolves and nickel is left behind in the form of very fine particle. It is filtered and washed repeatedly with water till free from NaOH and finally with alcohol. It is stored in absolute alcohol. ഇങ്ങനെയാണ് നമ്മൾ റാണി നിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഇങ്ങനെ കിട്ടിയ ഫൈൻ പാർട്ടിക്കിൾ ആയിട്ടുള്ള നിക്കല് നമ്മൾ ആൽക്കൈനിനെ നൈട്രൈൽസ്, അരോമാറ്റിക്സ് ആൻഡ് കാർബണൈൽ കോമ്പൗണ്ട്സിൻ്റെ റിഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അഡീഷൻ റിയാക്ഷൻ നമ്മൾ പറയുമ്പം ഇവിടെ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ
takes place predominantly in a syn fashion. Syn addition ആണ് നടക്കുക. That means both hydrogens add simultaneously from the same side of the double bond. In an alkene, the ease of reduction decreases with the degree of substitution of the double bond. നമുക്ക് with example നോക്കാം. Hydrogenolysis, removal of sulfur. ആണ് ഈ നിക്കലിൻ്റെ വേറൊരു റിയാക്ഷൻ ആണ് റിമൂവൽ ഓഫ് സൾഫർ, CS to CH bond in desulfurization reaction. റിയാക്ഷൻസ് നോക്കി, റാണി നിക്കൽ നടത്തിയിട്ട് ഏറ്റവും താഴെയുള്ള റിയാക്ഷൻ കണ്ടോ, ഡീസൾഫറൈസേഷൻ ആണ് അവിടെ നടത്തിയത്. സൾഫറിനെ റിമൂവ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്ലാറ്റിനത്തിൻ്റെ കാറ്റലിസ്റ്റ് ആണ്. Platinum is used in the form of its oxide PtO2, that is known as Adams catalyst. During reduction, the oxide is reduced by hydrogen in the reduction medium. The platinum metal catalyst can be prepared by the reduction of metallic salt in presence of suitable support. Effective platinum catalyst can also be obtained by the reduction of metal salts with sodium borohydride or trialkyl phenol. ഇനി ആദംസ് കാറ്റലിസ്റ്റ് ആൽക്കീനിനെ മറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ സി ഡബിൾ ബോണ്ട് ഓനൊന്നും എഫക്റ്റ് ചെയ്യാതെ സി ഡബിൾ ബോണ്ട് സീനെ മാത്രം സെലക്റ്റീവായിട്ട് ഹൈഡ്രജനേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ നടത്തുന്ന ഒരു റിയേജൻ്റ് ആണ്. ആദംസ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള റിഡക്ഷൻ റിയാക്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. NO2നെ കണ്ടോ, ആദംസ് കാറ്റലിസ്റ്റ് NO2നെ NH2 ആക്കി മാറ്റി. അതേപോലെ ആൽക്കീനിനെ ആൽക്കൈനാക്കി മാറ്റി, സൈക്ലോഹെക്സീനിനെ സൈക്ലോഹെക്സൈനാക്കി മാറ്റി. അതിൽ ഏത് പ്രൊഡക്റ്റാണ് കൂടുതലുള്ളത്? സിസ് പ്രൊഡക്റ്റാണ് 82%. അപ്പോൾ സിൻ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ബോത്ത് ഹൈഡ്രജൻസ് ആഡ് സൈമൾട്ടേനിയസ്ലി ഫ്രം ദ സെയിം സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട് വിൽ ടേക്സ് പ്ലേസ്. ഇനി ഹോമോജീനിയസ് കറ്റാലിറ്റിക് ഹൈഡ്രജനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതൊന്ന് ജസ്റ്റ് നമുക്ക് ഓടിച്ചിട്ട് പറഞ്ഞാൽ മതി. വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്, ഹൈഡ്രോഫോമൈലേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അതൊന്നും ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മുന്നത്തെ ക്ലാസ്സുകളെടുത്ത് കേട്ട് നോക്കുക. കറ്റാലിറ്റിക് എന്താണ് ഓർഗനോമെറ്റാലിക് കറ്റാലിസിസിൽ നമ്മൾ കറ്റാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മോൺസാൻഡോ അസറ്റിക് ആസിഡ് പ്രോസസ്, വാക്കർ ഓക്സിഡേഷനും നമ്മൾ അവിടെ പറഞ്ഞതാണ്. ഒന്നും നമ്മൾ പറയുന്നില്ല ഇവിടെ. കറ്റാലിറ്റിക് സ്റ്റെപ്സ് ഇൻ ഹോമോജീനിയസ് കറ്റാലിസിസ് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇൻസേർഷനും എലിമിനേഷനും ന്യൂക്ലിയോഫിലിക് അറ്റാക്കും ഓക്സിഡേറ്റീവ് അഡീഷൻ, റിഡക്റ്റീവ് എലിമിനേഷൻ, ഇൻസേർഷൻ ഒക്കെ അറിയാം. അഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്ലി ഹൈലി സ്പെസിഫിക്, റിലേറ്റീവ്ലി ലോ റിയാക്ഷൻ ടെമ്പറേച്ചർ, ജനറലി ഫാർ മോർ സെലക്റ്റീവ് ഫോർ എ സിംഗിൾ പ്രൊഡക്റ്റ്, ഫാർ മോർ ഈസിലി സ്റ്റഡീഡ് ഫ്രം കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ആസ്പെക്ട്സ്, മോർ ആക്റ്റീവ്. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഫാർ മോർ ഡിഫിക്കൽട്ട് ഫോർ അച്ചീവിങ് പ്രൊഡക്റ്റ് കാറ്റലിസ്റ്റ് സെപ്പറേഷൻ. ഹോമോജീനിയസ് ആകുമ്പോൾ രണ്ടും ഒരേ മീഡിയത്തിലാണ്, അതുകൊണ്ട് സെപ്പറേഷൻ ബുദ്ധിമുട്ടാണ്. ഇനി ആപ്ലിക്കേഷൻസ് ആണ് ഹൈഡ്രജനേഷൻ. കണ്ടോ, പലേഡിയം ബാർ ഹൈഡ്രജൻ കുറേ റിയാക്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ആൽക്കീനിനെ ആൽക്കൈനാക്കി മാറ്റുക, പോളിസാച്ചുറേറ്റഡ് ഓയിൽസ് ഇൻടു മാർഗാരിൻ. ഒരുപാട് റെഫറൻസസ് ഉണ്ട്. നോർമാൻ, കാൽസി, ചത്വാൾ, അതേപോലെ അഹ്ലുവാലിയ, അങ്ങനെ ഏത് ബുക്ക് വേണമെങ്കിലും നമുക്ക് റെഫർ ചെയ്യാം. അതിൽ ഞാൻ റെഫർ ചെയ്യുന്നത് മെയിനായിട്ട് അഹ്ലുവാലിയും നോർമാനും ഒക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ റെഫർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ആരംഭിക്കാം. തൽക്കാലം നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ ദെൻ, താങ്ക് യു.